ഇതാണ് നമ്മളിപ്പോൾ ഒരു സൈഡിൽ ഫില്ല് ചെയ്യാൻ പോകുന്ന പുതിയ ഓയിൽ. ഇത് കറക്റ്റ് 440 മില്ലി ലിറ്റർ നമ്മൾ അളന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫോർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്മാൻഡ് ചെയ്ത് റീസെറ്റ് ചെയ്യുമ്പോൾ അകത്ത് ഒന്നുമില്ല, പ്രോപ്പർ ക്ലീൻ ആണ്. അപ്പോഴുള്ള അളവാണ് ഈ 440 മില്ലി ലിറ്റർ. അതർവൈസ് നമ്മൾ ജസ്റ്റ് ഡ്രെയിൻ ചെയ്ത് വീണ്ടും ഓയിൽ ഫില്ല് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത്രയും ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല. റീസൺ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഡ്രെയിൻ ചെയ്താലും ഓയിലും കാണും, സ്ലഡ്ജും കാണും. അപ്പോൾ അത്രയും സ്പേസ് അതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഒക്യുപ്പൈഡ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം ബാക്കി ഫില്ല് ചെയ്യാൻ. പക്ഷേ ഈ ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സാണ് ഏറ്റവും ബെറ്റർ. അങ്ങനെ 2 ഫോർക്കും കംപ്ലീറ്റ്ലി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് കോൺ സെറ്റ് ചെയ്യാം. അങ്ങനെ ടീ സ്റ്റെമ്മിൽ നമ്മൾ പുതിയ കോണൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഫുൾ യൂസ് ചെയ്തിരിക്കുന്ന ഗ്രീസ് വാട്ടർ പ്രൂഫ് ഗ്രീസാണ്. പിന്നെ ഈ ഒരു ടീ സ്റ്റെമ്മിൽ നല്ല ഡസ്റ്റും അതുപോലെ തന്നെ ഒരു ചെറിയ റസ്റ്റും എല്ലാം ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് ക്ലീൻ ചെയ്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് കേട്ടോ വീൽ ബെയറിങ്ങിന്റെ അവസ്ഥ. ഫുൾ പുറത്തെടുത്ത് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ഇപ്പോൾ വീൽ ബെയറിങ്ങിന്റെ നിലവിലെ അവസ്ഥ. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ചേഞ്ച് ചെയ്തിട്ട് സ്റ്റോക്ക് ബെയറിംഗ് അല്ല ഇടുന്നത്. SKF എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ ബെയറിംഗ് ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് SKF ബെയറിംഗ്. ഇതിപ്പോൾ പിസ്റ്റൺ നോക്കിയിട്ട് വലിയ കുഴപ്പമില്ല, അത് നമുക്ക് ക്ലീൻ ചെയ്തിടാം. പിന്നെ ഓറിംഗ് മാത്രം ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓറിംഗ് നമ്മൾ എടുക്കുന്നത് 390യുടെ ഓറിംഗ് ആണ്. എക്സാക്ട്ലി സെയിം ആണ്. ഇതിപ്പോൾ ഇതിൽ കാലിപ്പറിന്റെ കളർ മാത്രമേ വ്യത്യാസമുള്ളൂ. എക്സാക്ട്ലി സെയിം 390 ആണ്. അപ്പോൾ ആ പാർട്സ് നമുക്ക് ഇതിലോട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ കാലിപ്പർ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തു. പക്ഷേ നിങ്ങൾ ഈ അകത്ത് കാണുന്ന പാട് എന്തൊക്കെ ചെയ്തിട്ടും പോകുന്നില്ല. ക്ലീനർ അടിച്ചിട്ട് അത് പോകുന്നില്ല. ഭയങ്കരമായിട്ട് അത് ഇതായിട്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഉള്ളിൽ മാത്രം മാക്സിമം പറ്റുന്ന രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പുതിയ ബ്രേക്ക് പാഡ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സിൻഡേഡ് പാഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് കംപ്ലീറ്റ് മാക്സിമം നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ആ സൈഡിലൊക്കെ കാണാം ചെറിയ പാടുകൾ. ആ ഒരു കറ എന്ത് ചെയ്തിട്ടും പോകുന്നില്ല.